നമ്മൾ ഡീഹൈഡ്രേറ്റർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. നമ്മുടെ പറമ്പിലുണ്ടായിരുന്നത് ചെറിയ കണ്ണങ്കുല വെട്ടി അത് നമ്മൾ തൊഴിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇത് ചെറിയൊരു സ്ലൈസർ വാങ്ങിയിരുന്നു. നമ്മൾ ആ സ്ലൈസറിൽ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഒട്ടും കട്ടിയിലല്ലാണ്ട് നമ്മുടെ ട്രേയിൽ നമ്മൾ നിരത്തുക ചെയ്തത്. അത് നന്നായിട്ട് അതായത് മുകളിലൊന്നും ഇല്ലാണ്ട് നിരത്തുകയത്. മോനാണേ സഹായിക്കാനുള്ളത്. അവന് പുതിയ മെഷീനൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതെങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. നമ്മൾ ആദ്യമായിട്ട് വെച്ചത് ശംഖുപുഷ്പമാണ്. നമ്മുടെ പറമ്പിലുണ്ടായിരുന്നതാണ്. നമുക്ക് ഇവിടെ ധാരാളം ശംഖുപുഷ്പം ചെമ്പരത്തിയും ഉണ്ട്. അത് രണ്ടും ആണ് ആദ്യം വെച്ചത്. നമ്മളിത് ടീ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് ഏതാ ശംഖുപുഷ്പവും ചെമ്പരത്തിപ്പൂവും. അതിന് ശേഷം അതിൻ്റെ ആണ് നമ്മൾ കായ വെച്ചത്. കണ്ണൻകായ സ്ലൈസ് വളരെ നൈസായിട്ടാണ് നമ്മൾ നിരത്തിയിട്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വെച്ച് നമ്മുടെ ഒരു ചെറിയ കൊലയാണ് വെച്ചിരുന്നത്. അത് കാരണം ഒട്ടും കട്ടി നമുക്കൊരു 20 കിലോ വരെ നമുക്ക് കയറ്റാമെങ്കിലും നമ്മൾ വളരെ കുറച്ച് ഇത്ര മാത്രമേ വെച്ചിരുന്നുള്ളൂ ആദ്യത്തെ അല്ലേ. അതുപോലെ നമ്മൾ പഠിക്കുകയും ചെയ്യുവാണല്ലോ. എന്തായാലും അവനാണ് അതെല്ലാം മെഷീൻ ഓപ്പറേറ്റ് ചെയ്തതെല്ലാം അവൻ തന്നെയാണ്. കാരണം എനിക്കും അതൊരു പരിചയക്കുറവായിരുന്നു എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അവനാണ് അതെല്ലാം അവർ ചെയ്തു തന്നപ്പോൾ കണ്ടുപഠിച്ചതൊക്കെ. അവനത് ഓണാക്കി സമയമൊക്കെ സെറ്റ് ചെയ്ത് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് മോൻ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത്. അത് സമയമായപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കി നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വളരെ നൈസായിട്ട് ഞാൻ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്തു. ഇത് കണ്ണങ്കായുടെ പിന്നെ ഗുണങ്ങൾ ഞാനത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമല്ല അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 6 മാസം പോലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഡീഹൈഡ്രേറ്ററിൽ വെച്ച് ഉണക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ഹൈജീനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പോഷകമൂല്യങ്ങളും നഷ്ടപ്പെടുന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ തന്നെ പൊടിയുന്ന ഒരു പരുവത്തിലാണ്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ വേറൊരു ഐറ്റമായിട്ട്.